ഹലോ വെൽക്കം ടു വൺസ്. നമ്മൾ ഇന്ന സെഷനിൽ ഈ വെലോസിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞല്ലോ, അതിൽ നിന്നുള്ള ഒരു പ്രീവിയസ് ഇയർ ഗേറ്റ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് നോക്കാം. സോ ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇൻ ദ കോൺഫിഗറേഷൻ ഓഫ് ദ പ്ലാനർ ഫ്ലോ മെക്കാനിസം at a certain instant as shown in the figure, the angular velocity of the 2 cm long link is omega 2 is equal to 5 radian per second. Given the dimensions as shown, the magnitude of the angular velocity omega 4 of the 4 cm long link is given by radians per second. ഓക്കെ, അത് ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇതാണ് കോൺഫിഗറേഷൻ. ഈ കോൺഫിഗറേഷനിൽ ഈ ലിങ്കിൻ്റെ, അതായത് ഈ 2 cm ലിങ്ക് ഉണ്ടല്ലോ, അതിൻ്റെ ഒമേഗ, അതായത് അതിൻ്റെ ആംഗുലർ വെലോസിറ്റി തന്നിട്ടുണ്ട്. ഇത് എത്ര ആയിരിക്കും? ഈ 4 cm ലിങ്കിൻ്റെ ആംഗുലർ വെലോസിറ്റി എത്ര ആയിരിക്കും എന്ന് ചോദിക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇച്ചിരി ഒറ്റ സ്റ്റെപ്പ് ആൻസർ കഴിയും. ഇത് ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റന്റേനിയസ് സെന്റർ മെത്തഡാണ്. ഓക്കെ, ഇൻസ്റ്റന്റേനിയസ് സെന്റർ മെത്തഡാണ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ എന്ന് നോക്കാം. ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഓഫ് വെലോസിറ്റി. The instantaneous center denotes the center of rotation of a body at an instant in any time. The center of rotation doesn't necessarily have to lie within the link itself. അപ്പോൾ ഈ ഐ സെൻറ്റർ അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് സെന്റർ എന്ന് വെച്ചാൽ കാര്യത്രേ ഉള്ളൂ. ഒരു ബോഡി, ഓക്കെ, ഈ ബോഡി കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ എത്തുന്നു വിചാരിക്കുക. ഓക്കെ, ഇതാണ് പൊസിഷൻ 1, ഇതാണ് പൊസിഷൻ 2. ഈ ബോഡി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എത്തണമെങ്കിൽ രണ്ട് കാര്യം നടക്കണം. ഒന്ന്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പോകണം. രണ്ട്, ഇവിടെ കിടന്ന് റൊട്ടേറ്റ് ചെയ്യണം, അല്ലേ? അതൊരു രീതിയാണ്. അല്ലെങ്കിൽ ഇവിടുന്ന് റൊട്ടേറ്റ് ചെയ്യാം, എന്നിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് പോകാം. അല്ലേ പിന്നെ നടക്കുന്ന കാര്യമാണ് ഇങ്ങനെ. ഓരോ ഇൻസ്റ്റന്റിൽ റൊട്ടേഷൻ ട്രാൻസ്ലേഷൻ നടന്ന് കുറച്ച് ചെയ്യുമ്പോൾ എന്താണ് ഇങ്ങനെ ആവണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മൂന്നാമത്തെ കേസ് എടുക്കുക. അത് ഓരോ ഇൻസ്റ്റന്റിലും ഈ ട്രാൻസ്ലേഷൻ നടക്കുന്നുണ്ട്, അതുപോലെ റൊട്ടേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താ? ഇതിപ്പോൾ ഈ ഒരു പോയിന്റിൽ വെച്ച് റൊട്ടേറ്റ് ചെയ്യായിരിക്കും, പക്ഷെ മറ്റൊരു സ്ഥലത്തുമ്പോഴേക്കും അതെന്താവില്ല, ആ പോയിന്റ് ഓഫ് റൊട്ടേഷൻ മാറും. അപ്പോൾ ഈ ബോഡിൻ്റെ കേസിൽ ഓരോ ഇൻസ്റ്റന്റിലും ഓരോ പോയിന്റ് വെച്ചിട്ടാണ് അത് റൊട്ടേറ്റ് ചെയ്യണം, അല്ലേ? ഓരോ ഇൻസ്റ്റന്റിലും ഓരോ പോയിന്റ് വെച്ചാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ആ പോയിന്റിനാണ് തൽക്കാലം അതിൻ്റെ ഇൻസ്റ്റന്റേനിയസ് സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഇസ് എ പോയിന്റ് ഇൻ വൺ ബോഡി അബൌട്ട് വിച്ച് സം അതർ ബോഡി ഈസ് പെർമനന്റ്ലി ഓർ ഇൻസ്റ്റന്റേനിയസ്ലി റൊട്ടേറ്റിംഗ് അബൌട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ലിങ്ക് എടുക്കാം. ഈ ലിങ്ക് ഞാൻ ഗ്രൗണ്ടിൽ വെച്ചിരിക്കുക. ഓക്കെ, ഈ ലിങ്ക് ഞാൻ ഗ്രൗണ്ടിൽ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഹിഞ്ചഡ് ജോയിന്റ് ആണ് വെച്ചിരിക്കുന്നത്, ഹിഞ്ചഡ് ജോയിന്റ്. അപ്പോൾ എന്ത് ചെയ്യാം? ഈ ബോഡിക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഇവിടെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, അല്ലേ? ഈ ബോഡിക്ക് എന്ത് ചെയ്യാം? ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിത് ഗ്രൗണ്ടിൽ ഫിക്സ് ചെയ്തിരിക്കുകയാണല്ലോ. ആ ഗ്രൗണ്ട് തന്നെ എന്താണ്? ഒരു ലിങ്കാണ്. അപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് ലിങ്കിന് മേലെ ഞാൻ മറ്റൊരു ലിങ്ക് ഫിക്സ് ചെയ്തിരിക്കുക. അപ്പോൾ ആ പോയിന്റ് വെച്ചിട്ടാണ്, അത് ഗ്രൗണ്ട് വെച്ചിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് അബൌട്ട് ഈ പോയിന്റാണ്. ഗ്രൗണ്ടിന് മേലെ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് ഈ പോയിന്റ് വെച്ചാണ്. ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ പിൻ ചെയ്തിരിക്കുകയാണെങ്കിൽ എൻ്റെ പിന്നും ഈ ലിങ്കും തമ്മിലുള്ള ഐ സെൻറ്റർ എന്തായിരിക്കും? എൻ്റെ ആ ഒരു പിൻ ജോയിന്റ് ആയിരിക്കും. അപ്പോൾ ഇതെന്താണ്? അതിൻ്റെ ഒരു ഇൻസ്റ്റന്റേനിയസ് സെന്റർ ആണ്. അതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ ഒന്നാം സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഇസ് എ പോയിന്റ് ഇൻ വൺ ബോഡി അബൌട്ട് വിച്ച് സം അതർ ബോഡി ഈസ് പെർമനന്റ്ലി ഓർ ഇൻസ്റ്റന്റേനിയസ്ലി റൊട്ടേറ്റിംഗ് അബൌട്ട്. ഓക്കെ, അടുത്ത കണ്ടോ? ഇറ്റ്സ് എ പോയിന്റ് കോമൺ ടു ടു ബോഡീസ് വേർ ദ വെലോസിറ്റി ഓഫ് ദ ടു ബോഡീസ് ആർ ദ സെയിം. ദാറ്റ് ഇസ് എ പോയിന്റ് വേർ ദർ ഈസ് സീറോ റിലേറ്റീവ് വെലോസിറ്റി ബിറ്റ്വീൻ ദ ടു പോയിന്റ്സ്. അതെടുക്കണ്ട, നമ്മൾ അത് ഓൾറെഡി പറഞ്ഞു. ഞാൻ വേറെ എക്സാമ്പിൾ എടുക്കാം. ഇപ്പം ഇങ്ങനെ ഒരു സംഭവം എടുത്തു. ഓക്കെ, രണ്ട് ലിങ്ക്, ലിങ്ക് 1ഉം ലിങ്ക് 2, രണ്ട് ലിങ്ക്. ഈ ലിങ്ക് ഞാനിവിടെ ഈ ബോർഡിൽ ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചിരിക്കാൻ വിചാരിക്കാം. ഈ ഓരോ ലിങ്കിന് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് ബോഡിയുടെയും മോഷൻ ഈ പിന്നിൽ വരുന്നല്ലേ. അപ്പോൾ ഈ പിൻ എന്താണ്? ഇവർ രണ്ടുപേർക്കും ഈ കോമൺ പോയിന്റും കോമൺ ആണ്. ഓക്കെ, ഇതാണ് ഈ കേസിൽ ഇൻസ്റ്റന്റേനിയസ് സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് സെന്റർ നമുക്ക് എന്ത് ചെയ്യാം? അറ്റ് എ ഇൻസ്റ്റന്റ് ആ ബോഡി ഏത് പോയിന്റ് വെച്ച് റൊട്ടേറ്റ് ചെയ്ത് നോക്കുക, അതാണ് അതിൻ്റെ ഇൻസ്റ്റന്റേനിയസ് സെന്റേഴ്സ്. സോ ഈ ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഇൻസ്റ്റന്റേനിയസ് സെന്ററിനെ ഗവേൺ ചെയ്യുന്ന ഒരു ലോ ആണ് കെനഡിസ് തിയറം എന്ന് പറയുന്നത്. ഓക്കെ, ഈ കെനഡിസ് തിയറത്തിൽ പറയുന്നത്, ഇഫ് ത്രീ ബോഡീസ് ഹാവ് പ്ലെയിൻ മോഷൻ റിലേറ്റീവ് ടു വൺ another, then there are three instantaneous centers and all the three instantaneous centers lie on the same line. അതായത് ഇവിടെ പറയുന്നത് മൂന്ന് ബോഡീസ് അത് റിലേറ്റീവ് മോഷൻ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എന്തുണ്ടാവും? അതിന് മൂന്ന് ഇൻസ്റ്റന്റേനിയസ് ബോഡീസ് അത് റിലേറ്റീവ് മോഷനിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിന് മൂന്ന് ഇൻസ്റ്റന്റേനിയസ് സെന്റേഴ്സ് ഉണ്ടാവും,
അല്ലേ? ആ മൂന്നും എന്തായിരിക്കും? സെയിം ലൈനിലായിരിക്കും. ഓക്കെ, ആ മൂന്നെണ്ണവും സെയിം ലൈനിലായിരിക്കും. സോ ഇൻസിഡന്റ് സെന്റേഴ്സ് കണ്ടുപിടിക്കാനുള്ള മെത്തഡാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ താഴത്തെ ഫിഗർ നോക്കുക. ഏതാ? ഈ ഒരു ഫോബ മെക്കാനിക്സിന്റെ ഫിഗർ നോക്കുക. ഈ ഫോബ മെക്കാനിക്സിൽ ഈ 1 എന്നുള്ള ഗ്രൗണ്ട് ആണ്, 2 എന്നുള്ളത് ഇൻപുട്ട് ലിങ്ക്, 3 എന്നുള്ളത് കപ്ലർ, 4 എന്നുള്ളത് ഔട്ട്പുട്ട് ലിങ്ക്. ഓക്കെ, ഇനി നോക്കേണ്ടത് ഈ ഇൻസിഡന്റ് സെന്റേഴ്സ് പ്രത്യേകത. അതിന് എന്തുണ്ട്? ഈ പിൻ ഉണ്ടല്ലോ, പിൻ ജോയിന്റ്. ഈ ഓരോ പിൻ ജോയിന്റും ഓരോ ഇൻസിഡന്റ് സെന്റർ ആണ്. അപ്പോൾ ഈ 1 എന്നുള്ള ലിങ്കും 2 എന്നുള്ള ലിങ്കും തമ്മിലുള്ള ഇൻസിഡന്റ് സെന്റർ ആണ് ഈ I12. 2 എന്നുള്ള ലിങ്കും 3 എന്നുള്ള ലിങ്കും തമ്മിലുള്ള ഇൻസിഡന്റ് സെന്റർ ആണ് I23. 3 എന്നുള്ള ലിങ്ക് 4 എന്നുള്ള ലിങ്ക് തമ്മിൽ ഇൻസിഡന്റ് സെന്റർ ആണ് I34. ആൻഡ് 4 എന്നുള്ള ലിങ്കും 1 എന്നുള്ള ലിങ്കും തമ്മിൽ ഇൻസിഡന്റ് സെന്റർ ആണ് I14. ഓക്കെ, പക്ഷേ ഇപ്പോൾ ഈ കെന്നഡീസ് തിയറത്തിനോട് അസോസിയേറ്റ് ചെയ്ത് വേറൊരു തിയറും കൂടെ ഉണ്ട്. ആ തിയറി ഇങ്ങനെ പറയുന്നത്, നമ്പർ ഓഫ് ഇൻസിഡന്റ് സെന്റേഴ്സ് ഇൻ എ മെക്കാനിസം ഹാവിങ് n links. ഓക്കെ, നമ്പർ ഓഫ് ഇൻസിഡന്റ് സെന്റേഴ്സ് ഇൻ എ മെക്കാനിസം ഹാവിങ് n links. ഒരു മെക്കാനിസത്തിൽ n ലിങ്ക് ഉണ്ടെങ്കിൽ അതിൽ n × n-1/2 നമ്പർ ഓഫ് ഇൻസിഡന്റ് സെന്റേഴ്സ് ഉണ്ടാവും. n × n-1/2 IC വരും. അപ്പോൾ ഇതിക്ക് ഞാൻ പറഞ്ഞത് എന്താ? ഒരു ഫോബ മെക്കാനിക്സ് ആണ്. അപ്പോൾ എന്താ വരിക? 4 × 3/2 ഇൻസിഡന്റ് സെന്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ 4 × 3/2 എത്രയാ? 6. ഓക്കെ, 6 ICs വരും. അപ്പോൾ ഇവിടെ എന്തൊക്കെയാ? 6 IC അല്ലേ? 6 IC ഉണ്ട്. അപ്പോൾ 4 നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു? പിന്ന് വെച്ച് കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യണം? 2 കൂടെ കണ്ടുപിടിക്കാനുണ്ട്. ആ കണ്ടുപിടിക്കാൻ 2 കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? കെന്നഡീസ് തിയറി യൂസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ടേക്ക് തന്നെ വരിക. ഇനി ഏതൊക്കെയാണ് 3 നോക്കുക. ഒന്ന് 2, 1, 4 എടുത്തു. ഓക്കെ, 2, 1, 4 എടുക്കുക. അപ്പോൾ 2, 1, 4 എടുക്കുമ്പോൾ എന്താ? 2, 1 ഇതാ ഈ 3 ലിങ്ക് 2, 1, 4 ഇത് 3 ലിങ്ക് ആണല്ലോ. ആ 3 റിലേറ്റീവ് മോഷനിലാണ്. ഓക്കെ, അത് 3 ഓക്കെ. അപ്പോൾ 3 IC വേണം. അത് സെയിം ലൈനിലായിരിക്കും. ഓൾറെഡി ഈ 2-നും 1-നും 4-നും ഇടയ്ക്ക് എന്തുണ്ട്? 2 ഇൻസിഡന്റ് സെന്റേഴ്സ് ഉണ്ട്. അപ്പോൾ മൂന്നാമത്തെ ഇൻസിഡന്റ് സെന്റർ കിട്ടണമെങ്കിൽ അത് നീട്ടി വരയ്ക്കണം. ഓക്കെ, ഇനി ഈ 2-ന്ന് 4-ലേക്ക് എത്താൻ എന്തുണ്ട്? ഒരു വഴി എന്താണ്? 1 വഴിയായിരുന്നു. ഇനി 2-ൽ 4-ലേക്ക് എത്താൻ 2, 3, 4 ഇങ്ങനെ പോവാം. അപ്പോൾ 2, 3, 4 എന്ന് പറയുമ്പോൾ ഇത് 3ഉം ഇൻസിഡൻസ് എന്താ പറയുക? റിലേറ്റീവ് മോഷനിലാണ്. അപ്പോൾ 2-ഉം 3-ഉം തമ്മിൽ IC ഇത് വരും, 3-ഉം 4-ഉം തമ്മിൽ IC ഇത് വരും. ഇനി ഇവിടെ തമ്മിൽ കൂട്ടി വരച്ചാൽ എന്ത് കിട്ടും? മൂന്നാമത്തെ ICന്റെ ലൊക്കേഷൻ കിട്ടും. അത് നമ്മൾ നീട്ടി വരച്ചാൽ കിട്ടുന്ന പോയിന്റാണ് I24. അതായത് 2 എന്നുള്ള ലിങ്കിന്റെയും 4 എന്നുള്ള ലിങ്കിന്റെയും ഇൻസിഡന്റ് സെന്റർ ആണ് I24 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ I24 × എന്താ പറയുക? നമുക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റും. ω2 × I24 I12. ഈ I24 I12 വെച്ചാൽ ഈ ഡിസ്റ്റൻസ് ആണ്. I24 I12 വെച്ചാൽ ഈ ഡിസ്റ്റൻസ് ആണ്. ഈ സീക്വൽ എന്ത് വരും? ω4 × ഇത് റൊട്ടേറ്റ് ചെയ്യല്ലേ? ω4 × I24 I14 ഇത് സെയിം ആയിരിക്കും. ഓക്കെ, ഇതാണ് ഇൻസിഡന്റ് സെന്റർ പറയുന്നത്. ഇത് സെയിം ആയിരിക്കും. ഓക്കെ, ഇത് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച പോലെ തന്നെ ഇനി എന്ത് വേണം? ഒരെണ്ണം ഇപ്പം 5 ആയിട്ടുള്ളൂ. ഒന്നുകൂടെ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 1, 2, 3 എടുക്കുക അല്ലേ? 1-ന്റെയും 3-ന്റെയും ഈ ലിങ്ക് നമ്പർ 1-ലെ ലിങ്ക് നമ്പർ 3-യുടെയും IC കണ്ടുപിടിക്കണം. അപ്പോൾ 1, 2, 3 പോവുക, 1, 4, 3 പോവുക. അപ്പോൾ 1, 2, 3 വരുന്നുണ്ട്. I12 ഉണ്ട്, I23 ഉണ്ട്. അപ്പോൾ ഇത് നീട്ടി വരയ്ക്കുക, സ്ട്രെയിറ്റ് ലൈൻ അങ്ങ് വരയ്ക്കുക. അതുപോലെ I43 പോകണമെങ്കിൽ I14 ഉണ്ട്, I34 ഉണ്ട്. അപ്പോൾ ഇതായിരിക്കും എന്ത്? I13. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇൻസിഡന്റ് സെന്റർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഈ കേസിൽ ഇൻസിഡന്റ് സെന്റർ കണ്ടുപിടിക്കുക. ഇതിപ്പോൾ ഒരു ഫോർ മെക്കാനിസത്തിന് ഇതാ ഞാനിപ്പോൾ തൊട്ടുമുമ്പ് വരച്ച പിക്ചർ ഒന്നും കൂടെ മാറ്റി വരച്ചിരിക്കുകയാണ് ഇവിടെ. ഇത് അതേപോലെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു സ്ലൈഡർ കൈ മെക്കാനിസത്തിന്റെ IC കണ്ടുപിടിക്കുന്നതാണ് ഈ കാണിക്കുന്നത്. ഓക്കെ, സോ മെത്തഡ് സെയിം തന്നെയാണ്. ഇനി ഇവിടേക്ക് വരുമ്പോഴേക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ വരുമ്പോഴേക്ക് ഇതെങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതാണ്. നിങ്ങളത് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഈ സാധനം എന്താണ്? ഫോബ മെക്കാനിസം ആണ് അല്ലേ? ഇതൊരു ഫോബ മെക്കാനിസം ആണ്. അപ്പോൾ ഗ്രൗണ്ട് 1, ഇത് ലിങ്ക് 2, ഇത് ലിങ്ക് 3, ഇത് ലിങ്ക് 4 അല്ലേ? ഗ്രൗണ്ട് 1, ലിങ്ക് 2, ലിങ്ക് 3, ലിങ്ക് 4. അപ്പോൾ
നമുക്ക് എന്തൊക്കെ വേണം ഇവിടെ? ഇപ്പോൾ തൊട്ട് മുമ്പ് ഞാൻ ഫോബ പഠിച്ചില്ലേ? ഇപ്പോൾ ഫോബ മെക്കാനിസം പഠിച്ച സമയത്ത് ഏതൊക്കെയായിരുന്നു ഐ സി ഉണ്ടായിരുന്നത്? ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4 അല്ലേ? ഇതെന്തരും I12, ഇത് I23, ഇത് I34, ഇത് I14 അല്ലേ? ഇനി എക്സ്ട്രാ എന്തുണ്ട്? 2 കൂടി ഉണ്ട്. അവ ഏതൊക്കെയായിരുന്നു? ഒന്ന് ഇവിടെ ഉണ്ടായിരുന്ന I24 പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന I13. ഇത്രയായിരുന്നു എക്സ്ട്രാ വന്നിരുന്ന 2. എക്സ്ട്രാ അല്ല, അതിൽ ഈ ഔട്ട് ഓഫ് ദ ഈ മെറ്റീരിയൽ വന്നിരിക്കുന്ന 2 ഇൻസൈഡ് സെൻറ്റേഴ്സ്. ഇനി നിങ്ങളെ പിക്ചറിൽ നിന്ന് കമ്പയർ ചെയ്യുക. ആക്ച്വലി സംഭവിച്ചെന്താ അവിടെ? ഈ സാധനം അല്ലെ, ഈ ഒരു ലിങ്ക് അത് ഗ്രൗണ്ടിലേക്ക് വന്നു തന്നു. ഓക്കെ, ഈ ഒരു ലിങ്ക് എന്ത് ചെയ്തു? കറങ്ങി ഇവിടെ വന്ന് നിൽക്കുന്നു. അത്രേ വ്യത്യാസം പറ്റുന്നുള്ളൂ, ബാക്കിയൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഈ I31 എന്ന് പറയുന്ന സാധനം ഇവിടെ എവിടെ വന്ന് കിടക്കും അല്ലേ? ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വന്നിരിക്കല്ലേ? ഈ ലിങ്ക് വന്ന് ഗ്രൗണ്ടിലേക്ക് വന്ന് കിടക്കും, വണ്ടിൻ്റെ മേലെ വന്ന് കിടക്കുകയാണ്. അപ്പോൾ ഇതിൽ ഈ I24 എന്ന് പറയുന്നത് ഇവിടെ വരിക? ഈ I34 അല്ലേ? ഈ ലിങ്ക് നീട്ടി വരയ്ക്കുമ്പോഴാണ് I24 കിട്ടുന്നത്. ഈ ലിങ്കും നീട്ടി വരയ്ക്കുമ്പോഴും അത് ഈ ലിങ്ക് നീട്ടി വരയ്ക്കുമ്പോഴാണ് നമുക്ക് ഈ I24 കിട്ടുന്നത്. നിങ്ങളത് വരച്ച് നോക്കിയേ. ഇതാണ് I24 അല്ലേ? ഇതാണ് I24. ഇതെന്ത് വരും? I12 വരും. ഇത് I14 വരും. ഇത് I34 വരും. ഓക്കെ, I12, I14, I34 ഇത്രയും വരും. ഇനി എന്തിനാണ് ഇതിപ്പോൾ ഇങ്ങനെ പറഞ്ഞു വെച്ചാൽ, ഇപ്പം ഇത് I23 വരും കേട്ടോ. ഇത് I23 സെയിം ആണ്. I23 I24 സെയിം ആണ്. അപ്പോൾ ഈ നിങ്ങൾക്ക് ഇത് വെച്ച് പറയാൻ പറ്റും എന്താണ്? ω2 ഇൻറ്റു I24 I12 ഈസ് ഈക്വൽ ടു ω4 ഇൻറ്റു I24 I14. ഓക്കെ, ഇങ്ങനെ വരും. അപ്പോൾ ഈ I24 I12 എന്താ? ഈ ഡിസ്റ്റൻസ്. ഓക്കെ, അതായത് ഈ I24ഉം I12 തമ്മിൽ ഡിസ്റ്റൻസ്, അത് ഇൻറ്റു ഇതിൻ്റെ റൊട്ടേഷൻ, ഈ ω2 എടുത്താൽ ഓക്കെ, ഈ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ω4 ഇൻറ്റു ഈ I24 ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് അല്ലെ, ഈ I14ലേക്കുള്ള ഡിസ്റ്റൻസ്. ഇതേ പ്രിൻസിപ്പിൾ ഇവിടെ അപ്ലൈ ചെയ്യുക. എന്താ കിട്ടുക? I12 ഇൻറ്റു I24 വെച്ച് എത്ര വരും? 2 സെൻറ്റിമീറ്റർ വരും അല്ലേ? അപ്പോൾ I12 I24 എന്ന് വെച്ചാൽ എത്ര വരിക? 2 സെൻറ്റിമീറ്റർ. 2 സെൻറ്റിമീറ്റർ ഇൻറ്റു എന്താ വരുന്നത്? ഇപ്പോൾ അത് ω2 അല്ലേ വരുന്നത്? ω2 വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലോ, 5 റേഡിയൻ പെർ സെക്കൻഡ്. 5 റേഡിയൻ പെർ സെക്കൻഡ് ഈസ് ഈക്വൽ ടു, ഇനി ω4 എത്രയാ? അതാ കണ്ടുപിടിക്കേണ്ടത്, ω4 കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി I24 I14, ഇത് I24 I14 ഇത് എത്ര വരും? 10 - 2 8 വരും അല്ലേ? 10 - 2 8 സെൻറ്റിമീറ്റർ വരും. അപ്പോൾ ω4 എന്ത് വരും? ω4 ഈസ് ഈക്വൽ ടു 10/8, അതായത് 5/4 റേഡിയൻ പെർ സെക്കൻഡ് ആണ് നമുക്ക് ആൻസർ കിട്ടുക. സോ സ്റ്റെപ്പ് ഈ പിക്ചർ അറിയാമെങ്കിൽ എളുപ്പത്തിൽ ആ സാധനം കണ്ടുപിടിക്കാം. ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ. ഓക്കെ, സോ നമ്മൾ കൺസെപ്റ്റ് അറിയാമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര എളുപ്പമാണ്. സോ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക. നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.